ഡോക്ടർമാർക്കിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മളൊക്കെ കൊല്ലങ്ങളായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്നൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യും. ഇത് നല്ലതല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ പുതിയ കണ്ടെത്തൽ. കാരണം രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ആ സമയത്ത് നമ്മുടെ വായ്ക്കകത്ത് ഒരുപാട് ബാക്ടീരിയകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നമ്മുടെ ദഹന പ്രക്രിയകളെ എളുപ്പമാക്കാൻ ഉപകരിക്കുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പല്ല് തേച്ചാൽ അതൊക്കെ പോകും. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പ്രഭാത ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ പല്ല് തേച്ചാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാർ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല രാവിലെ പല്ല് തേക്കുന്നത്. ഇപ്പോൾ അവരുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രി നിർബന്ധമായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്താൽ മതി. എങ്ങനെ ആയാലും നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല തവണകളിലായിട്ട് പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ രാത്രി നിർബന്ധമായും ബ്രഷ് ചെയ്തതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറയപ്പെട്ടത് ചെയ്യേണ്ടത്. കാരണം രാത്രി നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പല്ലുകൾക്കിടയിലുണ്ടാകും. അതൊക്കെ ബ്രഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പല്ലിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നതാണ്. ഇത് ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. അഥവാ ഈ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ടൂത്ത് പേസ്റ്റ് നമ്മുടെ പല്ലിലേക്ക് ചെല്ലുന്നത്, നമ്മുടെ വായ്ക്കകത്തേക്ക് ചെല്ലുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഏറ്റവും നല്ലത് നമ്മുടെ പൽപ്പൊടി കൊണ്ട് ആദ്യം കൈ ഉപയോഗിച്ച് പൽപ്പൊടി കൊണ്ട് പല്ല് തേച്ച ശേഷം പിന്നെ വെറും ബ്രഷ് കൊണ്ട് മാത്രം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് കൊണ്ടൊന്ന് തേക്കുക. ഇതൊരു നല്ല ശീലമാണ്. ഇങ്ങനെ തേച്ച ഒരുപാട് ആളുകൾക്ക് അവരുടെ പല്ലിന് യാതൊരു തരത്തിലുള്ള കേടുകളും ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ചിലവും ഇല്ല. നമ്മുടെ പൽപ്പൊടി വാങ്ങിയിട്ട് ആദ്യം തേക്കുക, അതിനുശേഷം ബ്രഷ് ചെയ്യുക. ഇത് ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇതായിരിക്കണം വേണ്ടത്. അഥവാ ഇപ്പോൾ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു വലിയ ഒരു ദുശ്ശീലമാണ് ഭക്ഷണത്തിനോടുള്ള ആർത്തി. മലയാളിക്ക് ഭക്ഷണം ആവശ്യമില്ല, മലയാളിക്ക് ഭക്ഷണത്തിനോടൊരു തരം ആർത്തിയാണ്. സാധാരണ മലയാളികളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൈ കഴുകിയിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സോപ്പൊക്കെ ഇട്ട് നന്നായി കൈ കഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കയറും. ചില ആളുകൾ കൈയൊന്ന് കഴുകാൻ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് കൈയൊന്നും നനക്കാതെ കഴുകാതെ പോയി അങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായി സോപ്പിട്ട് കഴുകുന്നത് കാണാം. ഇത് തെറ്റായ ശീലമല്ലേ? ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുന്ന കൈകൾ ശരിക്കും വേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് വേണ്ടത്. നമ്മുടെ മലയാളികളുടെ ഒരു ദുശ്ശീലം തന്നെ കൈകൊണ്ട് നേരിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. അതൊരു തെറ്റായ രീതി തന്നെയാണ്. നമ്മൾ മറ്റുള്ള വിദേശികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ അവരുടെ കയ്യിലുള്ള ഒരു പ്ലക്കർ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കുത്തിയെടുത്തിട്ട് അത് തിന്നുന്നു. ഇനി വേറെ ചില രാജ്യക്കാർ രണ്ട് മരം കൊണ്ടുള്ള രണ്ട് കോലുകൾ കൊണ്ട് അതുകൊണ്ട് എടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതികളാണ്. എങ്കിൽ നമ്മളും അതുപോലെ തന്നെ തമിഴന്മാർ കുറച്ച് ആളുകൾ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവരാരും തന്നെ ഒരിക്കലും അവിടെ നമ്മളെപ്പോലെയുള്ള ചോറ് കഴിക്കുന്ന ആളുകളും അവിടെയുണ്ട്. പക്ഷേ അവരാരും തന്നെ നമ്മൾ കഴിക്കുന്നത് പോലെ നേരിട്ട് കൈ കൊണ്ട് കുഴച്ച് ഭക്ഷണം കഴിക്കാറില്ല. അവരൊക്കെ സ്പൂണ് കൊണ്ടെടുത്ത് കുറേശ്ശെ അങ്ങനെ കഴിക്കാറാണുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റൊട്ടി കഴിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിൽ ചാറുണ്ടാവും. ആ ചാറിൽ അവർ രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് മുക്കിയിട്ട് കയ്യുമേലാകാത്ത രൂപത്തിലാണ് അവർ ഭക്ഷണം കഴിക്കാറുള്ളത്. റൊട്ടി അവർ കഴിക്കാറുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ റൊട്ടി പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്കാണ് ചാറ് ഒഴിക്കുന്നത്. എന്നാൽ അവർ ചെയ്യുന്നത് റൊട്ടി ചാറിൽ മുക്കിയിട്ട് കയ്യിലാകാത്ത വിധം അങ്ങനെ തിന്ന് ശീലിച്ചതുകൊണ്ട് അവർക്കൊരു തുള്ളി കറി അവരുടെ കയ്യിലാകാത്ത രൂപത്തിൽ അതിൽ മുക്കിയിട്ടാണ് അവർ തിന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൈയെന്ന് പറയുന്നത് വലിയ ഡേഞ്ചറുള്ള സാധനം തന്നെയാണ്. നമ്മൾ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഇത്രത്തോളം രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ ഒരുപക്ഷെ ഈ തെറ്റായ ഈ കൈകൊണ്ടുള്ള നേരിട്ടുള്ള ഭക്ഷണം കഴിക്കൽ കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്നായി കൈ കഴുകുക തന്നെ വേണം. സോപ്പിട്ട് നന്നായി കൈ കഴുകിയ ശേഷമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പല്ല് തേക്കുന്നിടത്തും. അഥവാ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുക. ഏതായിരുന്നാലും ഇപ്പോൾ ഡോക്ടർമാരുടെ പുതിയ കണ്ടെത്തൽ ഈ വിധമാണ്. ഇനി പുതിയ വല്ല കണ്ടെത്തലും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം.